എന്ത് പറ്റി മോളെ? എന്ത് പറ്റി? തങ്കമണിക്ക് സുഖമില്ല. നിങ്ങൾ വൈദ്യുതി വിളിക്കണ്ട. മോളെ കുട്ടിക്ക് എന്തേ പറ്റേ? അത് ഞങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ പിന്നെ തന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ആകാംക്ഷ കൊണ്ട് ചോദിച്ചു പോയതാ. എവിടെ രോഗി? എവിടെ? ഇവിടെ. എനിക്കല്ല, ചേച്ചിക്കാ. ചേച്ചിയായാലും അനിയത്തിയായാലും ഒക്കെ ഒരുപോലെ. എന്താ എന്താ തുറന്നു പറയൂ. അത് കേൾക്കാനുള്ള മനക്കെട്ടി ഇവിടത്തേക്കുണ്ടോ എന്നെനിക്കറിയില്ല. എന്താണെങ്കിലും കേട്ടല്ലേ പറ്റൂ. തങ്കമണി ഒരു അമ്മയാവാൻ പോകുന്നു. 3 മാസം ഗർഭിണിയാ. നേരാണോ വൈദ്യരെ? ഇത് ശരിയാണെങ്കിൽ തനിക്ക് ഒരു പൊന്നുറുപ്പിയ വരും. നിങ്ങൾക്ക് എന്താ മനുഷ്യ, ഭ്രാന്ത് പിടിച്ചോ? കല്യാണം കഴിയാത്ത പെണ്ണ് ഗർഭം വേറെ നിൽക്കുമ്പോ നിങ്ങൾ സന്തോഷിക്കുന്നോ? ഈ പോടി അവിടുന്ന്. തന്തയില്ലാത്ത കുഞ്ഞിനൊന്നും എന്റെ മോള് പ്രസവിക്കാൻ പോകില്ല. 4000 മത്സരത്തിൽ ഞാൻ ജയിച്ചിരിക്കുന്നു. ഉൽപ്പലാശൻ ഇനി എന്റെ മോളെ കെട്ടു. ഞാനിനി എന്താണാവോ വേണ്ടത്? താൻ ചെന്ന് നാടുമുറക്ക ഉറക്കെ പറയാ. വടക്കേക്കര കടാരത് പേരക്കുട്ടി ജനിക്കാൻ പോണെന്ന്. വടിനോട്ടക്കാരൻ ഉൽപ്പലാശനാണ് എന്റെ പരിവകരുത്. ഇനി ഞാനൊരു കളി കളിക്കോടി വിശാലാക്ഷി. ഈ മുറ്റത്തൊരു പണിപ്പന്തലൊരുങ്ങും. എന്റെ മകളുടെ കച്ചിൽ ഉൽപ്പലാശൻ താലി കെട്ടും. ഓരോയിനി മക്കളും ഈ ഗ്രാമം വിട്ടോടും. എവിടെ അമ്പി? എവിടെ? അവിടെ കിടന്ന് നോക്കാനിക്കണോ? ഇങ്ങോട്ട് വരിക, ഞാനൊന്ന് നോക്കട്ടെ. പതുക്കെ പതുക്കെ. അവളുടെ കൈ പിടിച്ച് ഇവിടെ ഇത്ര. ഓ, അങ്ങോട്ട് ഇരുന്നോളൂ. കയ്യൊന്നും നിറ്റ. കുടുംബത്തിന് ചീത്തപ്പേരായല്ലോ. വൈദ്യരെന്താ പറഞ്ഞു വരുന്നത്? ഗർഭം, അവിഹിത ഗർഭം. അവിഹിത ഗർഭം നിന്റെ തള്ളക്ക്. എന്റെ മോള് ഗർഭിണിയാണെങ്കിലേ അവളുടെ വയറ്റി കിടക്കണ കുട്ടിക്ക് തന്തയുണ്ട്. പേരും പെരുമയുള്ള ഉൽപ്പലാക്ഷൻ. മുങ്ങാങ്കുഴി ഗ്രാമത്തിൽ ഇനിയൊരു മത്സരത്തിന്റെ ആവശ്യമില്ല. കാരണം ഞാനിവിടെ ജയിച്ചിരിക്കുന്നു. ഉൽപ്പലാക്ഷൻ ഇനി എന്റെ മോളെ കെട്ടു. അവിടെ കണാരൻകാരനോരുടെ മോളും ഗർഭിണിയാ. അതും ഉൽപ്പലാക്ഷനാണെന്നാ പറയുന്നേ. ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്വത്തിനെ കാണാറ് വേറെ ആളെ നോക്കേണ്ടി വരും. എന്റെ ഈശ്വര, ഇനി എന്താണാവോ അടിയന്റെ ജോലി? അമ്പിയും ഉൽപ്പലാക്ഷനും തമ്മിലുള്ള കല്യാണം കഴിയുന്നവരെ വൈദ്യരിന് മറ്റൊരു ജോലിയും ചെയ്യണ്ട. അത് ഞാൻ ഏറ്റു. എങ്കിൽ പോവാ. നാടൊട്ടും കല്യാണം ക്ഷണിക്കാനുള്ള ഏർപ്പാട് ചെയ്യ. അതും ഞാൻ ഏറ്റു. ലംബോദര, ഓ, എല്ലാം കേട്ടല്ലോ? കേട്ടു. എന്നാ ഇനിയെങ്കിലും ചടഞ്ഞുകൂടി ഇരിക്കാതെ ഒന്ന് ഉഷാറാവുക. മോളുടെ കല്യാണല്ലേ വരുന്നത്. ഇത്രയും കാലമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഒരു സംഭവം നടന്നിട്ടില്ല. അതും തറവാട്ടി പറഞ്ഞ 2 പെൺകുട്ടികള് കല്യാണത്തിന് മുമ്പ് ചീത്തപ്പേര് കേൾപ്പിക്കാൻ തന്നെ കഷ്ടം തന്നെയാ. ആരായിരിക്കും ഇതിന്റെയൊക്കെ പിന്നില്? എന്താ എല്ലാരും കൂടെ ഒരു ചർച്ച? അറിഞ്ഞില്ലേ അംബികയുടെ തങ്കമണിയുടെ വിശേഷം? അതുവരെ ഞാൻ അറിയാണ്ടിരിക്കോ? അതെന്താ അങ്ങനെ? ഇനിയിപ്പോ ഞാനായിട്ടൊന്നും മറച്ചു വെക്കില്ല. ഞാനല്ലേ അതിന് കാരണക്കാരൻ. അത് ശരി. ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും ചേർന്ന് ആ പെൺകുട്ടികളെ എനിക്ക് കല്യാണം കഴിച്ചേരണം. അക്കാര്യം ഞങ്ങൾ ഏറ്റു. വലിയ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ എന്റെ പെങ്ങളെ പറ്റി അബോധം പറയലടാ. എന്റെ അളിയനോടല്ലടാ. ഇതിനൊക്കെ കാരണക്കാരനാ ഉൾപ്പെടാത്തതാണ്. ഇതാരാ? ഞാൻ അലക്സാണ്ടർ. നിങ്ങൾ ഏഷണി വൈദ്യരല്ലേ? എല്ലാരും അങ്ങനെയാ വിളിക്കുക. നിന്റെ മഷിനോട്ടക്കാരൻ ആ കളത്തിന്റെ
വൈദ്യരുടെ നിലവിളിയല്ലേ കേൾക്കുന്നത്? നീ എന്താണെന്ന് പോയി നോക്കേ. ഉൽപ്ലാക്ഷ, ഞാനിവിടെ ഉണ്ടെന്ന് പറയല്ലേ? പറയാനാ പറഞ്ഞത്. ഇത് ഞാനാ ജോയിക്കുട്ടി, അലക്സാണ്ടർ. നീ ഇവിടെ കയറി ഒളിച്ചിരുന്ന ഞാൻ നിന്നെ കണ്ടുപിടിക്കില്ലെന്ന് കരുതി അല്ലേ? ജീവനോടെ നീ എവിടെ ഉണ്ടെങ്കിലും ഞാൻ നിന്നെ പൊക്കും. ഉള്ള കാര്യം അങ്ങ് പറഞ്ഞേക്കാം. ഇവരെ ജോയിക്കുട്ടി, ഇവൻ എന്റെ കള്ളക്കടത്ത് ശൃംഖലയിലെ ഒരു അംഗമായിരുന്നു. എന്റെ കണ്ണു വെട്ടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണവുമായി ഇവൻ മുങ്ങി. ഇവിടെ നിങ്ങളുടെ മഷിനോട്ടക്കാരനായി പൊങ്ങിയിരിക്കുക. ഇപ്പൊ നിങ്ങളുടെയൊക്കെ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഇവനെ കൊണ്ടുപോവുകയാണ്. പിടിച്ച് കേക്കടാ ഇവനെ.